കോസ്റ്റിംഗ് വാല്യുവേഷനിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിവബിൾ ഏരിയ ഓഫ് ദ ബിൽഡിംഗ് ഈസ് നോൺ ആസ്. ഓക്കെ, ഓപ്ഷൻ ഏതൊക്കെയുള്ളത്? കാർപ്പറ്റ് ഏരിയ, പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ ആൻഡ് സർക്കുലേഷൻ ഏരിയ. അപ്പോൾ ബിൽഡിങ്ങിന്റെ ലിവബിൾ ആയിട്ടുള്ള ഏരിയയുടെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ് ലിവബിൾ, യൂസ്ഫുൾ അല്ലെങ്കിൽ ലെറ്റബിൾ ഏരിയ ഓഫ് എ ബിൽഡിംഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കാർപ്പറ്റ് ഏരിയ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഒരു ബിൽഡിംഗ് എടുത്താൽ അതിന്റെ യൂസ്ഫുൾ ഏരിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിവബിൾ ഏരിയ. ഓക്കെ, യൂസ്ഫുൾ അല്ലെങ്കിൽ ലിവബിൾ, ലെറ്റബിൾ ഏരിയ എന്നറിയപ്പെടുന്നതാണ് ഏത്? കാർപ്പറ്റ് ഏരിയ. ഓക്കെ, ഈ കാർപ്പറ്റ് ഏരിയയിൽ ഏതൊക്കെയാണ് പെടാത്തതെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് കാർപ്പറ്റ് ഏരിയ ഇൻക്ലൂഡ് ചെയ്യാത്തത് നമ്മുടെ സർക്കുലേഷൻ ഏരിയ. സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഓപ്ഷനിൽ വരുന്നത് സർക്കുലേഷൻ ഏരിയ എന്നുള്ളത്. സർക്കുലേഷൻ ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേഴ്സന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ ഏരിയയാണ് നമ്മൾ പറയുന്നത് സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്, ഫോർ ദി മൂവ്മെന്റ് ഓഫ് പേഴ്സൺ. അപ്പൊ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആവാം? അത് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയയും ആവാം, അതേപോലെ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയയും ആവാം അല്ലെ. വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് ഇപ്പൊ മൂവ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഒരു സ്റ്റെയർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എസ്കലേറ്റർ, റാമ്പ്, ഇതെല്ലാം വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ആണ്, മൂവ്മെന്റിന് വേണ്ടി തന്നെയാണ്. ദെൻ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു കോറിഡോർ, പാസേജ്, വരാന്ത, ഇതെല്ലാം നമുക്ക് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയയിൽ പെടുത്താവുന്നതാണ്. അപ്പൊ ഈ പറയുന്ന സർക്കുലേഷൻ ഏരിയ ഏതിൽ പെടുന്നതല്ല? യൂസ്ഫുൾ, ലെറ്റബിൾ അല്ലെങ്കിൽ ലിവബിൾ ഏരിയയിൽ അല്ലെങ്കിൽ കാർപ്പറ്റ് ഏരിയയിൽ പെടുന്നതല്ല. അതേപോലെ തന്നെ സാനിറ്ററി അക്കോമഡേഷൻസ്. സാനിറ്ററി അക്കോമഡേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ വാഷ് ബേസിൻ, ടോയ്ലറ്റ്, ബാത്റൂം, അങ്ങനെയുള്ള സാനിറ്ററി അക്കോമഡേഷൻസും അതിൽ പെടുന്ന ഒന്നല്ല. മറ്റൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിനോട് അനുബന്ധമായിട്ടുള്ള സ്റ്റോർസ്, പാൻട്രി, ഇതൊന്നും ഇതില് കാർപ്പറ്റ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവയല്ല. ഓക്കെ, അതേപോലെ വരാന്ത, കാർ പോർച്ച്, എൻട്രൻസ് ഹാൾ, അങ്ങനെയുള്ള ഒന്നും ഏതിൽ വരുന്നതല്ല? കാർപ്പറ്റ് ഏരിയയിൽ വരുന്നതല്ല. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ഡെഫിനിഷൻ മാത്രമല്ല, കാർപ്പറ്റ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയാണെന്നുള്ളത് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. നമുക്ക് ജസ്റ്റ് അതൊന്ന് എഴുതാം. കാർപ്പറ്റ് ഏരിയ നോട്ട് ഇൻക്ലൂഡ്സ് ഒന്ന് സർക്കുലേഷൻ ഏരിയ, ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. മറ്റൊന്ന് സാനിറ്ററി അക്കോമഡേഷൻസ്, പിന്നെന്താണ്? കിച്ചൺ, സ്റ്റോർസ്, പാൻട്രി, ഇതൊന്നും അതിൽ പെടുന്നവയല്ല. ദെൻ വരാന്ത, എൻട്രൻസ് ഹാൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? കാർപ്പറ്റ് ഏരിയ ഇൻക്ലൂഡ് ചെയ്യുന്നവയല്ല. ഓക്കെ, ആ പോയിന്റ് ഓർത്തിരിക്കുക. മറ്റൊരു പോയിന്റ് കാർപ്പറ്റ് ഏരിയയിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരാവുന്നത്, ഒരു ഓഫീസ് ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് എത്ര മാത്രമാണ് കാർപ്പറ്റ് ഏരിയ എന്നുള്ളത്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനാണെങ്കിൽ എത്രയാണ് കാർപ്പറ്റ് ഏരിയ? ജസ്റ്റ് 50 to 65% ഓഫ് പ്ലിന്ത് ഏരിയ ആണ്. പ്ലിന്ത് ഏരിയയുടെ 50 to 65% ആണ് എന്ത്? ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങില് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഒരു ഓഫീസ് ബിൽഡിങ്ങിന്റെ കേസ് ആണെങ്കിലോ, ഒരു ഓഫീസ് ബിൽഡിങ്ങിന്റെ കേസ് ആണെങ്കിൽ 60 to 75% ഓഫ് പ്ലിന്ത് ഏരിയ ആണ് കാർപ്പറ്റ് ഏരിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കാർപ്പറ്റ് ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് പഠിച്ചു വെക്കാം, കാരണം ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇനി നമുക്ക് അപ്പൊ കാർപ്പറ്റ് ഏരിയ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്ലിന്ത് ഏരിയയെ പറ്റി പറയുകയാണെങ്കിൽ പ്ലിന്ത് ഏരിയ എന്താണ്? പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് എടുത്താൽ അതിന്റെ ബിൽഡപ്പ് കവേർഡ് ഏരിയ അറ്റ് ദി ഫ്ലോർ ലെവൽ, അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡയമെൻഷൻസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള മെഷർമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തിക്നെസ് ഓഫ് ദി വോൾ ഒക്കെ അതിൽ പെടുന്നവയാണ്. അതേപോലെ പ്ലിന്ത് ഓഫ്സെറ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവയുമല്ല. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ ബിൽഡപ്പ് കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷർഡ് അറ്റ് ദ ഫ്ലോർ ലെവൽ including the external dimensions, that is the thickness of the wall including and excluding the plinth offsets. Plinth offsets അതിൽ excluded ആണ്.
മറ്റ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കാർ പോർച്ച്, അതേപോലെ ബാൽക്കണി, കാന്റിലിവർ പ്രൊജക്ഷൻസ്, ഇപ്പൊ സൺഷെയ്ഡ് പോലുള്ള കാന്റിലിവർ പ്രൊജക്ഷൻസ്, പിന്നെ ലോഫ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ആ അത്രയും പോർഷൻ. ഓക്കെ, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ കോർട്ട്യാർഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഏതൊക്കെയാണ് പ്ലിന്ത് ഏരിയയിൽ പെടില്ലാത്തത്. ഓക്കെ, എനിക്ക് നമ്മൾ പറഞ്ഞ കോർട്ട്യാർഡ്, ബാൽക്കണി, സൺഷെയ്ഡ്, കാന്റിലിവർ പ്രൊജക്ഷൻസ്, ഏരിയ ഓഫ് ലോഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവയല്ല എന്നുള്ളത് കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്തത് ഫ്ലോർ ഏരിയ. ഫ്ലോർ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്ലിന്ത് ഏരിയ ഇൻക്ലൂഡിംഗ് ദ തിക്നെസ് ഓഫ് ദി വോൾ, വാളിന്റെ തിക്നെസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ടോട്ടൽ ബിൽഡപ്പ് കവേർഡ് ഏരിയ ആണല്ലോ പ്ലിന്ത് ഏരിയ. ആ പ്ലിന്ത് ഏരിയയിൽ നിന്നും വോളിന്റെ ഏരിയ, വോൾ തിക്നെസ്, അത്രയും ഏരിയ ആണ് നമ്മൾ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്നത് ഫ്ലോർ ഏരിയ ആണ്. ഓക്കെ, അപ്പൊ പ്ലിന്ത് ഏരിയയിൽ നിന്നും തിക്നെസ് ഓഫ് ദി വോള് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോർ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, വോളിന്റെ ഏരിയ കൂടെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോർ ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഫ്ലോർ ഏരിയയിൽ ഇപ്പൊ നമ്മുടെ ഓപ്പണിങ്സ്, വിൻഡോ ഡോർസ്, ഓപ്പണിങ്സ് ഒക്കെ അതിൽ പെടുന്നതാണ്. ഓക്കെ, ദെൻ സർക്കുലേഷൻ ഏരിയ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സർക്കുലേഷന്റെ കാര്യം പറഞ്ഞു. ഇനി അതിൽ നിന്ന് വരാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എത്രയാണ്, അതേപോലെ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ എത്രയാണ്. അപ്പൊ ആ ഒരു പോയിന്റുകൾ നിങ്ങൾ അതിൽ നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത് സർക്കുലേഷൻ ഏരിയ 10 to 15% ഓഫ് പ്ലിന്ത് ഏരിയ. അതേപോലെ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ എത്രയാണ്? 4 to 5% ഓഫ് പ്ലിന്ത് ഏരിയ ആണ്. അപ്പൊ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിനെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ ലിവബിൾ ഏരിയ, യൂസബിൾ ഏരിയ അല്ലെങ്കിൽ ലെറ്റബിൾ ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഈസ് കാർപ്പറ്റ് ഏരിയ. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ റിക്വയർഡ് ഫോർ 10 m³ ഓഫ് RCC if 2% steel is to be used. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഒന്നും അങ്ങനെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമില്ല. എസ്റ്റിമേഷനുമായിട്ട് അങ്ങനെ അത്ര മാത്രം നമുക്ക് ഡെപ്തിൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യുക. ഓക്കെ, അതായത് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ റിക്വയർഡ് ഫോർ 10 m³ ഓഫ് RCC. ഓക്കെ, അതായത് 10 m³ RCCയിൽ വേണ്ട സ്റ്റീലിന്റെ അളവാണ്, ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് എത്രയാണ്? 2% സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ആ ഒരു വോളിയം എന്ന് പറയുന്നത് ഈ 2% സ്റ്റീലാണ് നമ്മൾ 10 m³ RCCയിൽ ഉപയോഗിക്കുന്നത്. അതായത് 10³ RCCയിൽ അപ്പൊ എത്രയായിരിക്കും? 2/100, 2% 2/100 into 10, അത്രയും വോളിയം ഓഫ് സ്റ്റീൽ ആണ് നമ്മൾ എവിടെ RCCയിൽ എടുക്കുന്നത്, 10 m³ ഓഫ് RCCയിൽ എടുക്കുന്നത്. ദാറ്റ് ഈസ് എത്രയാണ്? 0.2 m³. അപ്പൊ ഇത്രയുമാണ് വോളിയം ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? കിലോഗ്രാമില് എത്രയാണ്, അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇവിടെ 0.2 m³, അതിന്റെ വോളിയം എത്രയാണെന്ന് കിട്ടി. ഇനി നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എത്രയാണ് ഈ വോളിയം, എത്രയാണോ ആ വോളിയത്തിന്റെ ഡെൻസിറ്റി, സ്റ്റീലിന്റെ ഡെൻസിറ്റി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, എത്രയാണ് സ്റ്റീലിന്റെ ഡെൻസിറ്റി. സ്റ്റീലിന്റെ ഡെൻസിറ്റി എത്രയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമുക്ക് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഇത്രയും കാര്യം നമുക്ക് കിട്ടും. വോളിയം പറയാനുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ കിട്ടും. പക്ഷെ ക്വാണ്ടിറ്റി അറിയണമെങ്കിൽ എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്യണം. ആ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് സ്റ്റീലിന്റെ 7850 kg ആണ്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക, സ്റ്റീലിന്റെ ഡെൻസിറ്റി എത്രയാണെന്നുള്ളത്. ഓക്കെ, 7850 kg ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഡെൻസിറ്റി കിലോഗ്രാം പെർ m³. ഓക്കെ, ഇത്രയുമാണ് ഡെൻസിറ്റി. ദെൻ അപ്പൊ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? 0.2 into 7850 ചെയ്താൽ മതി. എത്രയാണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് നോക്കുക, നമുക്ക് കിട്ടുന്നത് 1570 kg ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 7850 കിലോഗ്രാം പെർ m³ ആണ് അതിന്റെ ഡെൻസിറ്റി എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കും. ഓക്കെ, അപ്പൊ അതിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതും ഒരു പ്രീവിയസ് ഇയർ
PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The quantity of cement required for a concrete mix of 1:2:4. Okay. അപ്പോൾ നമുക്കിവിടെ മിക്സ് പ്രപ്പോർഷൻ എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. കോൺക്രീറ്റിന്റെ 1:2:4 ആണ്. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ജനറലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് 1 m³ ആണെങ്കിൽ ഇപ്പോൾ വോളിയം ഓഫ് കോൺക്രീറ്റ് നമ്മൾ ആദ്യം വോളിയം ഓഫ് കോൺക്രീറ്റ് 1 m³ ആണെന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ വെറ്റ് മിക്സ്, അതായത് വെറ്റ് മിക്സ് നമ്മുടെ കോൺക്രീറ്റിന്റെ വെറ്റ് മിക്സ് എന്ന് പറയുന്നത് 1 m³ ആണെങ്കിൽ നമുക്ക് വേണ്ട ഡ്രൈ കോൺക്രീറ്റിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് വോളിയം ഓഫ് ഡ്രൈ കോൺക്രീറ്റ് 1 m³ കേസ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ വോളിയം ഓഫ് വെറ്റ് കോൺക്രീറ്റിന്റെ വോളിയം എന്ന് പറയുന്നത് 1 m³ ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ഡ്രൈ കോൺക്രീറ്റ് എത്രയായിരിക്കും എന്നുള്ളത് ആദ്യം ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. എന്താണത്? അതായത് നമ്മുടെ വെറ്റ് കോൺക്രീറ്റിനേക്കാൾ എപ്പോഴും വോളിയം കൂടുതലാണ് ഡ്രൈ കോൺക്രീറ്റിന്. അത് ജനറലി പറയുകയാണെങ്കിൽ ഒരു 52 മുതൽ 54% വരെ ഡ്രൈ കോൺക്രീറ്റിന്റെ വോളിയം ആയിരിക്കും വെറ്റ് കോൺക്രീറ്റിന്റെ വോളിയത്തിനേക്കാളും കൂടുതൽ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ കണ്ടീഷനിൽ കോഴ്സ് അഗ്രിഗേറ്റിന് എയർ വോയിഡ്സ് ഒരു 30 to 32% എയർ വോയിഡ്സും അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റ്സിന് ഒരു 20% എയർ വോയിഡ്സും ഉണ്ടാവും ഡ്രൈ കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ വോളിയം എന്ന് പറയുന്നത് ഡ്രൈ സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ. അതുകൊണ്ട് ഡ്രൈ കോൺക്രീറ്റിന്റെ വോളിയം വെറ്റ് കോൺക്രീറ്റിനേക്കാൾ കൂടുതലാണ്. അത് 50 to 54% ആണ് ജനറലി വേരി ചെയ്യുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ 54% ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആ 54% കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ വോളിയം എത്രയാണ്? വോളിയം ഈസ് 1 + 54/100 അല്ലേ? ഈസ് ഈക്വൽ ടു എത്ര വരും? ഈസ് ഈക്വൽ ടു 1.54 m³. ഓക്കെ. ഇത്രയുമാണ് വോളിയം ഓഫ് ഡ്രൈ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു m³ നമുക്ക് മനസ്സിലായി 1.54 m³ ആയിരിക്കും ഡ്രൈ കോൺക്രീറ്റിന്റെ വോളിയം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ m³ അതിപ്പോ ഒരു 10 ആവാം 20 ആവാം എത്രയായാലും എത്ര m³ ആണോ അതിന് 1.54 ഇൻറ്റു ആ n ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണോ ഡ്രൈ കോൺക്രീറ്റിന്റെ വോളിയം എന്നുള്ളത് കിട്ടും. അപ്പൊ ഈ 1.54 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡ്രൈ വോളിയം ഫാക്ടർ എന്നും പറയും. ഓക്കെ. ഡ്രൈ വോളിയം ഫാക്ടർ എന്നും പറയും. അപ്പൊ വോളിയം ഓഫ് ഡ്രൈ കോൺക്രീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് സിമെന്റിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് വോളിയം ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് ഈസ് വോളിയം ഓഫ് ഡ്രൈ കോൺക്രീറ്റ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദി പ്രൊപ്പോർഷൻസിന്റെ സം. അതായത് ഇത് 1:2:4 ആണ്. അപ്പോൾ 1 + 2 + 4 ഇൻറ്റു ഇവിടെ നമുക്കറിയാം 1 പാർട്ട് ഓഫ് സിമെന്റ് അതുപോലെ 2 പാർട്ട് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് 4 പാർട്ട് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. അപ്പൊ സിമെന്റിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൾട്ടിപ്ലൈഡ് ബൈ 1. ഓക്കെ. ആൻഡ് വോളിയം ഓഫ് ഡ്രൈ കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് 1 m³ കേസാണ്. അപ്പോൾ 1.54 ആണ് വോളിയം ഓഫ് ഡ്രൈ കോൺക്രീറ്റ്. അപ്പോൾ 1.54 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 1 നമുക്ക് കിട്ടുന്ന ആൻസർ ഈസ് 0.22 m³ എന്നാണ്. ഇത് വോളിയം സിമെന്റിന്റെ വോളിയം. ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് അതായത് വെയിറ്റ് നമുക്കറിയാം. അപ്പൊ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റി ചെയ്താൽ മതി. നമുക്ക് സിമെന്റിന്റെ ഡെൻസിറ്റി അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ സ്റ്റീലിന്റെ ഡെൻസിറ്റി ബൈ ഹാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഏതാണ് സിമെന്റിന്റെ ഡെൻസിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. സിമെന്റിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1440 kg/m³ ആണ്. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു വാല്യൂ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കണ്ടുപിടിക്കാനോ? എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയം ഓഫ് സിമെന്റ് 0.22 ഇൻറ്റു 1440 ചെയ്യാം. കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. which is 316.8 kg ആണ്. ഓക്കെ. 316.8 kg ആണ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമ്മൾ വോളിയം ഓഫ് സിമെന്റ് ആണ്. ഇനി നമുക്ക് വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ആയിരുന്നു വേണ്ടതെങ്കിൽ വോളിയം ഓഫ് ഡ്രൈ കോൺക്രീറ്റ് ഡിവൈഡ് ബൈ 1 + 2 + 4 ഇൻറ്റു 2 ചെയ്താൽ മതി. അങ്ങനെ കോഴ്സ് അഗ്രിഗേറ്റിനെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. ഇനി അതല്ല ഇപ്പോൾ PSC പോലത്തെ എക്സാമിന് നമുക്കറിയാം
ടൈമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ടൈം മാനേജ്മെന്റ്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡയറക്റ്റ് വാല്യൂസ് ഉണ്ട്, ആ ഒരു വാല്യൂ ഉപയോഗിച്ച് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതായത് നമ്മുടെ PCC, അതായത് M5, അതുപോലെ M7.5, M10, ഇതിനൊക്കെ ഈ ഇതൊക്കെ PCCയുടെ കേസിലാണെങ്കിൽ നമുക്ക് ഡേറ്റ ബുക്കിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് വോളിയം ഓഫ് കോർ സെഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 0.95 m³ ആണ് പെർ m³ ഓഫ് PCC. അതേപോലെ ഫൈനൈറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ which is 0.48 m³ ആയിരിക്കും പെർ m³ ഓഫ് PCC. ഓക്കെ, ഇത് PCCയുടെ കേസ്. ഇതേപോലെ തന്നെ RCCയുടെ കേസിലാണ്, അതായത് M15, M20, M25 ഒക്കെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് കോർ സെഗ്രിഗേറ്റിന്റെ വോളിയം എന്ന് പറയുന്നത് 0.9 m³ per m³ of RCC and fine aggregate is 0.45 m³ per m³ of RCC. ഈ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ഏത് വന്നാലും ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ നോക്കാം, നമുക്കിവിടെ 1:2:4 ആണ്, M15 ആണ്, 1:2:4 ആണ്. നമുക്ക് ഈ ഒരു കോർ സെഗ്രിഗേറ്റിന്റെ വോളിയം ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വോളിയം ഓഫ് സിമെന്റിന്റെ വോളിയം നമുക്കിവിടെ കോർ സെഗ്രിഗേറ്റോ ഫൈൻ അഗ്രിഗേറ്റോ എടുക്കാം. നമ്മൾ കോർ സെഗ്രിഗേറ്റിന്റെ വാല്യൂ എടുക്കുന്നതെന്ന് വെച്ചു, അതായത് കോർ സെഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 0.9 m³ ആണ് പെർ m³ ഓഫ് RCC എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ 4 പാർട്ട് ഓഫ് കോർ സെഗ്രിഗേറ്റ് ആണ് ഉള്ളത് ആൻഡ് ദിസ് ഇസ് 1 പാർട്ട് ഓഫ് സിമെന്റ്. ഓക്കെ, അപ്പൊ സിമെന്റ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ദിസ് 1 ഡിവൈഡഡ് ബൈ എത്ര പാർട്ടാണ് കോർ സെഗ്രിഗേറ്റ് ഉള്ളത്? 4. 1/4 മൾട്ടിപ്ലൈഡ് ബൈ അതിന്റെ വോളിയം എത്രയാണ്? ദാറ്റ് ഈസ് 0.9. ഓക്കെ, അത് ചെയ്യും. അപ്പൊ നമുക്ക് വോളിയം ഓഫ് സിമെന്റ് കിട്ടും. ദെൻ നമുക്ക് വേണ്ടത് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ആണ്. ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ, അതായത് 1/4 ഇൻറ്റു 0.9 ഇൻറ്റു ഡെൻസിറ്റി അല്ലേ. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റി ആണ്. അപ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 1440 will give the answer. ഏകദേശം ഒരു 324 kg ആണ് കിട്ടുന്നത്. അപ്പോൾ ഏത് മെത്തേഡാണോ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഈ മെത്തേഡ് ഇപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 324 kg ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇതിനോട് നിയർ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. നമുക്ക് ഓപ്ഷൻ എ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ആൻസർ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The covered area of a proposed building is 150 meter square and it includes a rear courtyard of 5 meter by 4 meter. If the prevailing plinth area rate for similar building is rupees 1,250 per meter square, what is its cost? Okay, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? കവേർഡ് ഏരിയ തന്നിട്ടുണ്ട്. കവേർഡ് ഏരിയ എന്ന് പറയുന്നത് ആ ഒരു പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിന്റെ കവേർഡ് ഏരിയ എന്ന് പറയുന്നത് 150 മീറ്റർ സ്ക്വയർ ആണ്. ആ 150 മീറ്റർ സ്ക്വയറിൽ വരുന്നതാണ് റിയർ കോർട്ട്യാർഡിന്റെ ഏരിയ, അതായത് 5 മീറ്റർ ബൈ 4 മീറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പ്ലിന്ത് ഏരിയ റേറ്റ് പെർ മീറ്റർ സ്ക്വയറിന് rupees 1,250 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈസി ആണല്ലേ, ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. അതായത് കവേർഡ് ഏരിയ എന്ന് പറയുന്നത് 150 മീറ്റർ സ്ക്വയർ ആണ് ആൻഡ് വിച്ച് ഇറ്റ് ഇൻക്ലൂഡ്സ് എ റിയർ കോർട്ട്യാർഡ് ഓഫ് ഇപ്പോൾ ഒരു 5 മീറ്റർ ബൈ 4 മീറ്റർ ഉള്ള കോർട്ട്യാർഡ് അത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയും ചേർന്നാണ് 150 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ടോട്ടൽ. ദെൻ പ്ലിന്ത് ഏരിയ റേറ്റും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പ്ലിന്ത് ഏരിയ കണ്ടുപിടിക്കാൻ, ഇതിൽ നിന്നും പ്ലിന്ത് ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ആ പ്ലിന്ത് ഏരിയ വെച്ചിട്ട് പ്ലിന്ത് ഏരിയ റേറ്റിന് മൾട്ടിപ്ലൈ ചെയ്ത് കോസ്റ്റ് കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ദ ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് അല്ലെ, അറ്റ് ഫ്ലോർ ലെവൽ. അതായത് ഫ്ലോർ ലെവലിൽ വരാവുന്ന ടോട്ടൽ ബിൽഡപ്പ് ഏരിയ. ഇഫ് ദിസ് ഇസ് ദ ബിൽഡപ്പ് ഏരിയ ഓഫ് ദ ബിൽഡിംഗ്, ഈ ബിൽഡപ്പ് ഏരിയയും ഈ റിയർ കോർട്ട്യാർഡും കൂടെ ഏരിയയും കൂടെ ആഡ് ചെയ്തതാണ് ടോട്ടൽ കവറേജ് എന്ന് പറയുന്നത്, ടോട്ടൽ കവേർഡ് ഏരിയ എന്ന് പറയുന്നത് അല്ലെ. കവറേജ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്ലോട്ടില് എത്രമാത്രം ഏരിയയിലാണ് ബിൽഡിംഗ് വരുന്നത്, അതാണ് കവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത്
ടോട്ടൽ ഏരിയ ഓഫ് ദി പ്ലോട്ട് എത്രയാണോ അതിൽ എത്ര പെർസെന്റേജ് ആണ് ബിൽഡിങ്ങിന്റെ ഏരിയ വരുന്നത്. അപ്പം കവേർഡ് ഏരിയ എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആ പ്ലോട്ടിന്റെ ബാക്കിയുള്ള ഈ തന്നിട്ടുള്ള റിയർ കോർട്ട് യാർഡും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ കവേർഡ് ഏരിയ ഈസ് 150 മീറ്റർ സ്ക്വയർ. ടോട്ടൽ കവേർഡ് ഏരിയയിൽ നിന്നും എന്താണ് ഈ റിയർ കോർട്ട് യാർഡിന്റെ ഏരിയ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിൽഡപ്പ് ഏരിയ നമുക്ക് കിട്ടുമല്ലോ. യെസ്, ദാറ്റ് ഇസ് 5/4 മീറ്റർ, ദാറ്റ് ഇസ് 20 മീറ്റർ സ്ക്വയർ ഡിഡക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് 130 മീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. അതാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് rupees 1250 അല്ലെ പ്ലിന്ത് ഏരിയ റേറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 130 മീറ്റർ സ്ക്വയർ എത്രയാണ്? ഫോർ 130 മീറ്റർ സ്ക്വയർ റേറ്റ് വിൽ ബി 1250/130. അപ്പൊ എത്രയാണ് ആൻസർ വരിക? ചെയ്തു നോക്കുക. ആൻസർ ഈസ് 2500 ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. പ്ലിന്ത് ഏരിയ എന്താണ്, കവേർഡ് ഏരിയ എന്താണ്, അത് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള അതിന്റെ ഡെഫിനിഷൻ അത് എന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ പ്ലിന്ത് ഏരിയ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നത് ഇതേപോലെ കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ആ രീതിയിലുള്ള പ്രോബ്ലംസ് ഒട്ടും ഇതേപോലെ വളരെ ഈസിയാണ്. 1-2 സ്റ്റെപ്പിൽ നമുക്ക് കിട്ടും ആൻസർ. പക്ഷെ നമുക്ക് ആ ഒരു ബേസിക് ആയിട്ട് അതിനെ പറ്റിയിട്ടുള്ള ആ ഒരു നോളജ് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ രീതിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ടോട്ടൽ ലെങ്ത് ഓഫ് ബാർ ഹാവിംഗ് ഹൂക്ക് at both the ends is. ഓക്കെ, അതായത് ബാറിന്റെ രണ്ട് എൻഡിലും ഹൂക്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ബാർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് നമുക്കറിയാം ഹൂക്സ് അല്ലെ, നമ്മളിപ്പോ ഒരു സ്റ്റിറപ്സ് കൊടുക്കുമ്പോഴും ഇപ്പൊ ഇഫ് ദിസ് ഇസ് ഒരു ബീം ആണെങ്കിൽ നമ്മൾ സ്റ്റിറപ്സ് കൊടുക്കുമ്പോഴൊക്കെ എങ്ങനെയാണ്? ഇതുപോലെ ഹൂക്സ് കൊടുക്കും അല്ലെ, ഹൂക്സ് കൊടുക്കും. ഇങ്ങനെ ഹൂക്സ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി നമ്മുടെ മെമ്പറിന് ഉണ്ടാകാവുന്ന സീസ്മിക് മൂവ്മെന്റ്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂണൽ റെയിൻഫോഴ്സ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് പൊസിഷനിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, പൊസിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ലോഞ്ചിറ്റ്യൂണൽ റെയിൻഫോഴ്സ്മെന്റ്, സീറ്റിംഗ് എന്നുള്ള രീതിയിൽ, ദെൻ അത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടി നമുക്ക് ഹൂക്സ് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്, കോൺക്രീറ്റിൽ നിന്നും സ്റ്റീല് സ്ലിപ്പ് ചെയ്ത് പോകുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആ ഒരുപാട് അങ്ങനെയുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഹൂക്സ് ഇതുപോലെ മെമ്പറിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹൂക്ക് കൊടുക്കുന്ന ഈ ഹൂക്കിന്റെ ലെങ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. അതായത് ദ ലെങ്ത് ഓഫ് ദി, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബാർ ഹാവിംഗ് ഹൂക്ക് അറ്റ് ബോത്ത് എൻഡ്. ഇപ്പൊ ഒരു ബാർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ രണ്ട് എൻഡിലും ഹൂക്ക് ഉണ്ടെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് ഓഫ് ദി ബാർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഹൂക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഒരു ഹൂക്ക് ഇങ്ങനെ ഒരു കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇതിന്റെ ലെങ്ത്, ഒരു ഹൂക്കിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതായത് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ പോർഷൻ ടു ഈ പോർഷൻ അത് 4D ആൻഡ് ഈ പോർഷൻ വരെ D ആൻഡ് ഇവിടെ തൊട്ട് ഇവിടം വരെ അഗെയിൻ 4D. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ എത്രയാ? ടോട്ടൽ ഒരു ഇത്രയും ഹൂക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4D plus D plus 4D ആണ്. അതായത് 9D ആണ്. അപ്പോൾ ഒരു ഹൂക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 9D ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അങ്ങനെ രണ്ട് ഹൂക്ക് ആവുമ്പോഴോ, അതായത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അറ്റ് ബോത്ത് ദി എൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് എൻഡിലാവുമ്പോൾ 9D into 2 ദാറ്റ് ഈസ് 8D വരും, 18D വരും. ഓക്കെ, അപ്പൊ രണ്ട് എൻഡിലൂടെ ആവുമ്പോൾ which is 18D അല്ലെ. ആൻഡ് ടോട്ടൽ ലെങ്ത് ഇപ്പൊ നമ്മുടെ രണ്ട് എൻഡിലും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ബാറിന്റെ രണ്ട് എൻഡിലും ഹൂക്സ് കൊടുത്തിട്ടുണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? ഇതാണ് വൺ ഹൂക്ക് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 9D ആണ്. ഈ ഹൂക്ക് എന്ന് പറയുമ്പോൾ അതും 9D. ആൻഡ് ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ഈസ് L.
അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം L plus 9D plus 9D, that is L plus 18D എന്ന് പറയുന്നതാണ് എന്ത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബാർ ഹാവിംഗ് ഹൂക്ക് അറ്റ് ബോത്ത് ദി എൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഒരു എൻഡിലെ കൊടുത്തിട്ടുള്ളൂ ആ രീതിയിലാണ്, ബോത്ത് എൻഡ് അല്ല, വൺ എൻഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളെങ്കിൽ വിച്ച് ഇസ് L plus 9D എന്ന് വരും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ തന്നിട്ടുള്ളത് അതനുസരിച്ച് നോക്കുക. ആൻഡ് ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അത് ഒരു എൻഡിൽ വരുന്ന ലെങ്ത്, ഹൂക്കിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്നുള്ള 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.